589 minus 870, 497, 360, 235 minus 325, 589 minus 801. Answer? One digit 10 numbers plus and minus. 4, 2, 1, 3, minus 2, minus 3, 1, 8, 9, minus 5. Answer? Correct answer. 3 digit by 1 digit. 785 into 2. Answer? 1577. Correct answer. Multiplication 3 digit by 2 digit. 894 into 24. Answer? 21456. Correct. കുട്ടിയുടെ ഇമാജിനേഷൻ പവർ എൻഹാൻസ് ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേകം പ്രോഗ്രാം ഇതിനകത്തുണ്ട്? അതെ, മസായിയുടെ റിസർച്ച് അനുസരിച്ച് എന്താ പറയുന്നു, മസായി പറയുന്നതെന്നാൽ ഇമാജിനേഷൻ ഇസ് ദ ബേസ് ഫോർ എവറിത്തിങ്. ഏതൊരു കാര്യത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഇമാജിനേഷൻ. എന്തൊരു കാര്യം ജീവിതത്തിൽ ചെയ്യണമെങ്കിൽ നമുക്കത് ഇമാജിനേഷൻ വേണം. ഈവൻ നമ്മുടെ കുട്ടികളുടെ പഠനത്തിൽ തന്നെ എടുക്കാം. അവർ പഠിക്കുന്നത് രണ്ട് രീതിയിൽ പഠിക്കാം. അവർക്ക് കാണാതെ പഠിക്കാം, ബൈ ഹാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഇമാജിൻ ചെയ്തിട്ട് പഠിക്കാം. ഇമാജിൻ ചെയ്യുമ്പോൾ അവിടെ ഒരു പിക്ചേഴ്സായിട്ട് അവൻ്റെ മനസ്സിൽ ആ ഇമാജിനേഷൻ, ആ ഫ്രെയിം ഉണ്ടാകും. അവനത് മറക്കില്ല. ആ ഫ്രെയിം ബൈ ഫ്രെയിമായിട്ട് അവൻ്റെ മനസ്സിലുണ്ടാകും. അത് മാത്രമല്ല, ജീവിതത്തിലെ ഏതൊരു കാര്യത്തിനും ഇമാജിനേഷൻ അത്യാവശ്യമാണ്. അത് ഇ ക്യൂവിൻ്റെ ഒരു പാർട്ടാണ്. ഇമാജിനേഷൻ നമുക്ക് ഇ ക്യൂ എന്ന് പറയുന്നത് ട്രെയിനബിളാണ്, ഐ ക്യൂ ട്രെയിനബിൾ അല്ല. അപ്പോൾ ഇമാജിനേഷൻ നമുക്ക് ട്രെയിനബിളാണ്. അപ്പോൾ ആ ഇമാജിനേഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പല ട്രെയിനിങ് മെത്തേഡ്സും നമ്മുടെ ഈ ടോട്ടൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ നമ്പേഴ്സിനെ തന്നെ ഇമേജസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ട് ആ ഇമേജസിനെ ഇവരുടെ കുട്ടികളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, അതായത് ഉപബോധ മനസ്സിലേക്ക് കൊണ്ടുപോയിട്ടാണ് ഞങ്ങൾ ഇത്രയും ഫാസ്റ്റായിട്ട് കുട്ടിയെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. അത് നമ്മുടെ ബോധ മനസ്സിലുള്ള ഉപബോധ മനസ്സിലേക്ക് ഇമേജസിനെ എത്തിക്കുന്നു. അതുകൂടാതെ ഇപ്പോൾ ഇമാജിനേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ഓരോ ടെക്സ്റ്റ് ബുക്കിലും ഓരോ പിക്ചറുണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ കവറിലൊരു പിക്ചറാണ്. ആ കുട്ടിക്ക് ആ പുസ്തകം കിട്ടിയിട്ട് നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ ആ പിക്ചറിനെ ബേസ് ചെയ്ത് ആ കുട്ടി ഒരു സ്റ്റോറി, ഒരു കഥ ക്രിയേറ്റ് ചെയ്ത് ക്ലാസ് കൊണ്ടുവന്നിട്ട് അത് പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ അവൻ്റെ ആ ഇമാജിനേഷൻ സ്കില്ല് ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ 10 കുട്ടികളുള്ള ക്ലാസ് റൂമിലാണെങ്കിൽ 9 കുട്ടിയും കഥ പറഞ്ഞിട്ട് ചിലപ്പോൾ 10ാമത്തായിരിക്കും അവൻ്റെ ഈ കുട്ടിക്ക് ഒരു ചാൻസ് കിട്ടുന്നത്. ആ 10ാമത് കഥ പറയുമ്പോൾ ഈ 9 കഥകളിൽ നിന്നും വ്യത്യസ്തമായി അവനൊരു കഥ ക്രിയേറ്റ് ചെയ്യണം. അവൻ്റെ ഇമാജിനേഷൻ വളരെയേറെ ഇൻക്രീസ് ചെയ്യും. അത് മാത്രമല്ല, മറ്റുള്ള കുട്ടികളുടെ ക്ലാസ് റൂമിലുള്ള 10 കുട്ടികളുടെ മുമ്പിലേക്ക് അത് പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ അവൻ്റെ പ്രസൻറ്റേഷൻ സ്കിൽ ഇൻക്രീസ് ചെയ്യും. ഇതുകൂടാതെ മറ്റ് പല ട്രെയിനിങ് മെത്തേഡ്സും ഉണ്ട്. എക്സാമ്പിൾ കളറിങ്. ഇപ്പോൾ കുട്ടികൾ കളറിങ് ചെയ്യുന്നത് ഇമാജിനേഷൻ ഇൻക്രീസ് ചെയ്യാനൊരു നല്ല മാർഗ്ഗമാണ്. ഇപ്പോൾ നമ്മൾ ക്രയോണും കളറിങ് ബുക്കും മാതാപിതാക്കൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു പൂവിൻ്റെ ഒരു ചിത്രം കളറിങ് ചെയ്യണമെന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇലയ്ക്ക് പച്ച കളർ കൊടുത്തു, പൂവിന് ചുവന്ന കളർ കൊടുത്തു. ഇപ്പോൾ ആ ചുവന്ന കളർ മാറ്റി അതിന് ഒരു ബ്ലൂ കളർ, ഒരു നീല കളർ അപ്ലൈ ചെയ്താൽ ആ ടോട്ടൽ ആ ഫ്ലവർ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യും അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യും എന്ന് അവൻ ഇമാജിൻ ചെയ്യണമെങ്കിൽ അവനത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. പക്ഷേ നമ്മൾ മാതാപിതാക്കൾ പലപ്പോഴും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 or 3 ബുക്ക്, സെയിം ബുക്ക് തന്നെ അവന് സിമിലർ ബുക്ക്സ് വാങ്ങിക്കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ അതിനുവേണ്ടി മാസത്തായി ഞങ്ങളുടെ ഓൺലൈൻ കമ്പ്യൂട്ടറിൽ തന്നെ ഒരു മൗസിൻ്റെ ക്ലിക്കിൽ ഏത് ഏരിയയുടെ വേണമെങ്കിലും കളർ അവൻ ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ ഉള്ള പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്ക് ആ കളർ ചേഞ്ച് ചെയ്ത് അവൻ ഏറ്റവും ബെസ്റ്റ് ഫോം എന്ന് തോന്നുന്ന ഒരു ഫോമിലേക്ക് അതിനെ എത്തിക്കാൻ പറ്റും. പക്ഷേ 2 കുട്ടികൾ കമ്പയർ ചെയ്താൽ 2 കുട്ടികളും ചെയ്യുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള ബെസ്റ്റ് ഫോമിലേക്കായിരിക്കും അത് എത്തുന്നത്. എന്നാലും അവൻ്റെ ഇമാജിനേഷൻ ഇൻക്രീസ് ചെയ്യാൻ ഇത് വളരെയേറെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇങ്ങനെയുള്ള സ്മോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോഗ്രാമിലൂടെ ഇവൻ്റെ ഇമാജിനേഷൻ ഞങ്ങൾ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു മാത്തമാറ്റിക്കൽ ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം ആണെന്നാണോ സാർ പറഞ്ഞു വരുന്നത്? ഇതൊരു മാത്തമാറ്റിക്കൽ ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം മാത്രമല്ല, ബട്ട് ഓഫ് കോഴ്സ് ഈ മാത്തമാറ്റിക്സിൽ വളരെ നല്ല രീതിയിൽ കുട്ടികൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. നിമിഷങ്ങൾക്കുള്ളിൽ കുട്ടികൾക്ക് കണക്ക് കൂട്ടി ഉത്തരം നൽകാൻ കഴിയും. ഇപ്പോൾ ഞങ്ങളുടെ കുട്ടികൾ ഇപ്പോൾ 8 അക്കങ്ങളുള്ള 10 സംഖ്യകൾ ഒരു 10നും 15നും ഇടയ്ക്ക് 10 സെക്കൻഡ് മുതൽ 15 സെക്കൻഡിനുള്ളിൽ അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ നോർമൽ ഇത് ചെയ്യാത്ത കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെയേറെ ടൈം കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാത്തമാറ്റിക്സിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടിട്ട് നമ്മുടെ പാരൻസ് പലപ്പോഴും ഇതൊരു മാത്തമാറ്റിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാമാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ഇത് മാത്തമാറ്റിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാം മാത്രമല്ല. കാരണം ഞങ്ങൾ ഈ നമ്പേഴ്സിനെ ഇമേജസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ട് ആ ഇമേജസിനെ ഈ കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഉപബോധ മനസ്സിൽ കൊണ്ടു ചെന്നിട്ട് അവിടെ ഈ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഈ ഉത്തരം കുട്ടിക്ക് നൽകാൻ കഴിയുന്നത്. അവൻ്റെ ബ്രെയിൻ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈ രീതിയിൽ കുട്ടിയെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഞങ്ങൾ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അരിത്തമാറ്റിക്സ് ഇതിൻ്റെ മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നു. അതിനും ഒരു കാരണമുണ്ട്.
കാരണം മാത്തമാറ്റിക്സ് ആണ് നമ്മുടെ എല്ലാ മെമ്മറിയും, ഇപ്പോൾ സെൻസറി മെമ്മറി, ടെമ്പററി മെമ്മറി അല്ലെങ്കിൽ വർക്കിംഗ് മെമ്മറി എന്ന് പറയും, പെർമനൻറ്റ് മെമ്മറി, ഇത് മൂന്നും ഒരുപോലെ യൂസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ നോർമലി അതുകൊണ്ടാണ് നിങ്ങൾ പറയാറുള്ളത് ഈ മാത്തമാറ്റിക്സിൽ എക്സലാവുന്ന കുട്ടികൾ മറ്റെല്ലാ സബ്ജക്റ്റിലും എക്സൽ ആയിരിക്കും. അതിൻ്റെ റീസൺ ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ മാത്തമാറ്റിക്സ് തന്നെ ഞങ്ങളുടെ മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് മാത്തമാറ്റിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ് മാത്രമല്ല, ഇവരുടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഇവരുടെ കോൺസെൻട്രേഷനാണ്. കോൺസെൻട്രേഷൻ, ഇമാജിനേഷൻ, സ്പീഡ് ഓഫ് തിങ്കിങ്, ആക്യുറസി, ഇങ്ങനെ പല കാര്യങ്ങളിലും ഈ കുട്ടികൾക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകാറുണ്ട്. മെൻ്റൽ അരിത്തമാറ്റിക് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മെൻ്റൽ അരിത്തമാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ മനക്കണക്ക് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് കണക്ക് കൂട്ടുക. അപ്പോൾ ഞങ്ങൾ അബാക്കസ് യൂസ് ചെയ്യുന്നുണ്ട്. അബാക്കസ് ഒരു ഡയമെൻഷണൽ ടൂളാണ്, 3 ഡയമെൻഷണൽ ടൂളാണ് അബാക്കസ്. ഇതിന് ഞങ്ങൾ സ്മോൾ പിക്ചർ കാർഡ്സ് അല്ലെങ്കിൽ നമ്പർ കാർഡ്സ് യൂസ് ചെയ്തിട്ട് ഈ നമ്പേഴ്സിന് ഞങ്ങൾ ഇമേജസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് നമ്പർ കാർഡ്സ് ഉണ്ട്, പിക്ചർ കാർഡ്സും ഉണ്ട്. അപ്പോൾ ഈ പിക്ചർ കാർഡ്സിൽ ഈ കുട്ടികൾ അബാക്കസ് പോലെ തന്നെ ഈ ബീഡ് മൂവ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അതൊരു ഡയമെൻഷണൽ ടൂൾ അല്ലാത്തതിനാൽ അവിടെ മൂവ്മെൻറ്റ് നടക്കുന്നില്ല. ആ മൂവ്മെൻറ്റ് നടക്കുന്ന അവരുടെ ബ്രെയിനിലാണ്. അപ്പോൾ ഇത്തരത്തിൽ ഞങ്ങൾ ട്രെയിനിങ് നൽകിയിട്ട് ക്രമേണ നമ്മുടെ ബ്രെയിനിൻ്റെ സ്പീഡിനനുസരിച്ചിട്ട് നമ്മുടെ ബോഡി പാർട്ട് മൂവ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ വരും. ആ സിറ്റുവേഷനിൽ ഞങ്ങൾ ഈ ഇമേജസും അതായത് പിക്ചർ കാർഡും നമ്പർ കാർഡും അബാക്കസും ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ഇവരുടെ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ മനക്കണക്ക് കൂട്ടുന്നു. എവറിത്തിങ് ഹാപ്പൺ ഇൻ ദ മൈൻഡ് ഓർ ദ ബ്രെയിൻ. അതിനാണ് ഞങ്ങൾ മെൻ്റൽ അരിത്തമാറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ സ്കൂളിൽ ഇപ്പോൾ ഒരു എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടിക്ക് അബാക്കസോ ഒരു പിക്ചർ കാർഡോ ഒന്നും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. അവർ ജസ്റ്റ് ആ നിമിഷങ്ങൾക്കുള്ളിൽ അവരുടെ മനസ്സിൽ അവർ കാൽക്കുലേറ്റ് ചെയ്ത് ഉത്തരം എഴുതുന്നു. ഇത് വളരെയേറെ ഹെൽപ്ഫുൾ ആകുന്നു. ഇപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം എൻട്രൻസ് എക്സാമിനേഷൻ പറയുന്നു. ഇപ്പോൾ എൻട്രൻസ് എക്സാമിനേഷൻ 150 ക്വസ്റ്റ്യൻ 3 മണിക്കൂർ കൊണ്ട് ചെയ്യണം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനിലും ഈ കുട്ടിക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മനക്കണക്ക് കൊണ്ട് ചെയ്യുമ്പോൾ ഒരു 5 സെക്കൻഡ് കുറയ്ക്കാൻ പറ്റിയാൽ പോലും 150 ക്വസ്റ്റ്യനിൽ എത്ര സെക്കൻഡ് കുറയ്ക്കാൻ പറ്റുമെന്ന് അത് അവർക്ക് ഈ ടൈംലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വളരെയേറെ ഹെൽപ്ഫുൾ ആയിരിക്കും. എല്ലാ തരത്തിലുള്ള കുട്ടികൾക്കും ഈ CMAയുടെ പ്രോഗ്രാം കൊണ്ടുള്ള പ്രയോജനം കിട്ടുമോ? തീർച്ചയായിട്ടും എല്ലാ തരത്തിലുള്ള കുട്ടികൾക്കും ഇതുകൊണ്ടുള്ള പ്രയോജനം കിട്ടും. IQ കൂടിയ കുട്ടികൾക്കും IQ കുറഞ്ഞ കുട്ടികൾക്കും ഇതുകൊണ്ട് പ്രയോജനം കിട്ടും. പക്ഷേ അവർ എത്ര സമയം ഇതിൽ സ്പെൻഡ് ചെയ്യുന്നു, എത്ര സമയം ഈ ട്രെയിനിങ് ചെയ്യണം എന്നുള്ളത് മാത്രമേ മാറുന്നുള്ളൂ. ഇന്നോ നാളെയോ ആ കുട്ടികൾ ആ ലെവലിലേക്ക് എത്തിച്ചേരും. ഇപ്പോൾ IQ കൂടിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ EQ കൂടിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. EQ ഈസ് ട്രെയിനബിൾ. നമുക്ക് ട്രെയിൻ ചെയ്ത് അവരുടെ EQ നന്നായിട്ട് കൂട്ടാൻ പറ്റും. IQ കുറഞ്ഞ കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് EQ വളരെയേറെ അത്യാവശ്യമാണ്. എല്ലാ കുട്ടികൾക്കും ഈ CMA കൊണ്ട് പ്രയോജനം ലഭിക്കും, CMA ട്രെയിനിങ് കൊണ്ട്. എത്ര നാളെടുക്കും സർ ഈ പ്രോഗ്രാം കവർ ചെയ്യാനായിട്ട്? ഇതിന് ഞങ്ങൾക്കൊരു ഡെഫിനറ്റ് ടൈം ഫ്രെയിം ഇല്ല. എന്നാലും ഒരു ആവറേജ് കുട്ടിക്ക് ഒരു 2 വർഷം മുതൽ 3 വർഷം വരെ ഇതിന് സമയമെടുക്കും. അത് കുട്ടിയുടെ ബേസിക് IQ-അനുസരിച്ച് ഓരോ കുട്ടിയും ഇൻഡിവിജ്വലായിട്ടാണ് ക്ലാസ് റൂമിൽ പ്രോഗ്രസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരേ വീട്ടിലുള്ള അല്ലെങ്കിൽ ഒരേ ക്ലാസ് റൂമിൽ 2 കുട്ടികൾ, ഒരേ പ്രായത്തിലുള്ള 2 കുട്ടികൾ ഞങ്ങളുടെ ക്ലാസ് റൂമിൽ വന്നാലും അവരുടെ പ്രോഗ്രസ് വന്ന് ഡിഫറൻ്റ് ആയിരിക്കും. അവർ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്സ് ഡിഫറൻ്റ് ആയിരിക്കും, അവരുടെ മെത്തേഡ് ഡിഫറൻ്റ് ആയിരിക്കും, ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ചില കുട്ടികൾ 1.5 വർഷം കൊണ്ടും കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലാ ദിവസവും അരമണിക്കൂർ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് 1.5 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഞങ്ങൾക്ക് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ഞങ്ങളുടെ ഗ്രേഡിംഗ് സിസ്റ്റം വന്ന് ഞങ്ങൾ ഗ്രേഡ് 13-ലാണ് ഈ കുട്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഗ്രേഡ് 12, 11, 10 ഇങ്ങനെ താഴേക്ക് പോകും. അപ്പോൾ ഗ്രേഡ് 1-ലെത്തുമ്പോൾ അതാണ് അതിൻ്റെ ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. ആ ലെവലിലേക്ക് എത്താൻ ഇപ്പോൾ ഗ്രേഡ് 13-ലുള്ള കുട്ടി വീണ്ടും ഗ്രേഡ് 12 അറ്റൻഡ് ചെയ്തിട്ടേ ഗ്രേഡ് 11 പോകാം എന്നുള്ള നിർബന്ധം ഞങ്ങൾക്കില്ല. എല്ലാ 3 മാസവും ഞങ്ങളുടെ ഗ്രേഡിംഗ് എക്സാമിനേഷൻ ഉണ്ടാവും. അപ്പോൾ ഗ്രേഡ് 12 കഴിഞ്ഞ കുട്ടിക്ക് അടുത്ത ഗ്രേഡ് ആ 3 മാസം കൊണ്ട് ആ കുട്ടി ഗ്രേഡ് 9-ലേക്ക് എത്താൻ കഴിയുമെങ്കിൽ ആ കുട്ടിക്ക് അത് അറ്റൻഡ് ചെയ്യാനുള്ള ഇതുകൊണ്ട്. അപ്പോൾ നോർമലി ഒരു ചൈൽഡിന് 2 മുതൽ 3 വർഷം വരെ എക്സ്പെക്റ്റ് ചെയ്യാം. സർ, കുട്ടിയുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ഇത് എങ്ങനെയാണ് ഇഫക്റ്റ് ചെയ്യുക? വളരെയേറെ പ്രയോജനപ്പെടും. ബിക്കോസ് ഈ കുട്ടിയുടെ കോൺസെൻട്രേഷൻ വളരെയേറെ കൂടും. കോൺസെൻട്രേഷൻ, മെമ്മറി, ഇമാജിനേഷൻ, ഈ സ്പീഡ് ഓഫ് തിങ്കിങ്, ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെ പഠനത്തിന് ഒരുപാട് സഹായിക്കും. മാത്രമല്ല ഞങ്ങളുടെ ഓഡിയോ വിഷ്വൽ എൻഹാൻസ്മെൻറ്റ്, ആ കുട്ടിയുടെ ഓഡിയോ സ്കില്ലും വിഷ്വൽ സ്കില്ലും ഞങ്ങൾ ബാലൻസ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ ചില വിഷ്വൽ കാറ്റഗറി കുട്ടികളുണ്ടാവും. അവൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് വിഷ്വൽ തിങ്സ് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവന് വിഷ്വൽ കാറ്റഗറി ആവും, അവൻ്റെ ഓഡിയോ ഡെവലപ്മെൻറ്റ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിഷ്വൽ കാറ്റഗറി കുട്ടികൾ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു ടീച്ചർ ലെക്ചർ ചെയ്യുകയാണ്, പഠിപ്പിക്കുകയാണ്, അവൻ എത്ര പറഞ്ഞാലും അവന് മനസ്സിലാകില്ല. ബിക്കോസ് അവൻ്റെ വിഷ്വൽ കാറ്റഗറി, അതായത് ബ്രെയിനിൻ്റെ ഒരു പോർഷനുള്ള വിഷ്വൽ ന്യൂറോൺസ് ചേർന്നുള്ള ന്യൂറൽ സർക്യൂട്ടാണ് അത് പ്രോസസ് ചെയ്യുന്നത്. പക്ഷേ ഓഡിയോയുടെ പ്രോസസ് ചെയ്യുന്നത് ബ്രെയിനിൻ്റെ വേറൊരു പോർഷനുള്ള ന്യൂറൽ സർക്യൂട്ടാണ്, ഓഡിയോ ന്യൂറൽ സർക്യൂട്ട്. ഇത് രണ്ടാണ്, 2 ഏരിയയിലാണ് പ്രോസസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടിക്കൊന്ന് മനസ്സിലാകുന്നാൽ അവനെ വീണ്ടും ഒരു ട്യൂഷൻ ക്ലാസ്സിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവിടെ ട്യൂഷൻ ടീച്ചറും ഇത് ലെക്ചർ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മനസ്സിലാവില്ല. നേരെ മറിച്ച് അവനെ വിഷ്വൽ എയ്ഡ് വെച്ച് പഠിപ്പിച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മനസ്സിലാവും.
പക്ഷേ ഞങ്ങളുടെ സിസ്റ്റത്തിൽ ഞങ്ങൾ ഇതുകൊണ്ടാണ് ഈ ഓഡിയോയും വിഷ്വലും ബാലൻസ് ആക്കാൻ ശ്രമിക്കുന്നത്. ആ ബാലൻസ് ആകുമ്പോൾ ഏത് രീതിയിൽ അവന് കേട്ടാലും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാവും. അപ്പോൾ ഇതൊക്കെ അവൻ്റെ പഠനത്തെ വളരെയേറെ സഹായിക്കും. നേരെ മറിച്ച് ഇപ്പോൾ ഈ എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ 60 മാർക്ക് കിട്ടിയിട്ടുണ്ട്, അടുത്ത പരീക്ഷയ്ക്ക് ഒരു 70 കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ കഴിയില്ല. ഇത് ആ പഠനത്തിൽ ഇൻട്രസ്റ്റ് ആക്കി എടുക്കേണ്ടത് മാതാപിതാക്കളുടെയും പിന്നെ അധ്യാപകരുടെയും ഒരു കൂട്ടായ്മയാണ്. പക്ഷേ ആ ഒരു